Dear students, welcome to Career Maker. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്കമിങ് ബാങ്ക് ആൻഡ് എസ് എസ് സി എക്സാം 2025-26 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അപ്കമിങ് ബാങ്ക് ആൻഡ് എസ് എസ് സി എക്സാംസുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ എക്സാംസുകളെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഏത് സമയത്താണ് ഈ എക്സാംസുകൾ നോട്ടിഫൈ ചെയ്യുന്നത്, ബാങ്കിൻ്റെ എക്സാംസുകൾ നോക്കുമ്പോൾ അവർക്ക് ഏതൊക്കെ എക്സാംസുകൾ എഴുതാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എക്സാംസുകളുടെ എണ്ണം നോക്കുമ്പോൾ ബാങ്കിങ് എക്സാംസുകളെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ബാങ്കിങ് എക്സാംസുകളെ കുറിച്ച് പറയുമ്പോൾ ബാങ്കിങ് എക്സാംസുകളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാംസുകളാണ് RBIയുടെ ഗ്രേഡ് B ലെവൽ എക്സാംസ്, ഓഫീസർ ലെവൽ എക്സാംസുകളാണ് വിളിക്കുന്നത്. എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് 2025 കൂടിയാണ്. ദെൻ അതിൻ്റെ അടുത്ത മാസങ്ങളിൽ RBIയുടെ തന്നെ അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റുകൾ വിളിക്കും. അപ്പോൾ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകൾ വിളിക്കുന്ന പോസ്റ്റുകളാണ് RBIയുടെ ഗ്രേഡ് B. അതിൻ്റെ തൊട്ട് താഴെ RBI അസിസ്റ്റന്റ്. ദെൻ IBPSൻ്റെ PO ടൈം, എക്സ്പെക്റ്റഡ് ടൈം അപ്രോക്സ് ഒരു 2025 ഓഗസ്റ്റ് ആണ്. ദെൻ IBPSൻ്റെ SO സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ടൈം പീരീഡ് ആണ്. ദെൻ IBPSൻ്റെ ക്ലർക്ക് എക്സാംസുകളുടെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നവംബർ ഡിസംബർ സമയമാണ്. ദെൻ ബാങ്കിങ് എക്സാംസുകൾ കംപ്ലീറ്റ് ആവുന്നില്ല. ദെൻ അതിനുശേഷം വരുന്നത് RRB PO, IBPSൻ്റെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ PO എക്സാംസുകൾ ജൂണിലോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്ലറിക്കൽ എക്സാംസുകൾ ജൂൺ 2025, ജൂലൈ 2025 സമയത്തുണ്ടാവും. SSC എക്സാംസുകളും RRBയുടെ SO എക്സാംസുകളും ഏകദേശം ഈ പറയുന്ന ജൂൺ ടൈം പീരീഡിൽ തന്നെ ഓൾമോസ്റ്റ് ഉണ്ടാകാറുണ്ട്. ദെൻ പിന്നെ അതുപോലെ തന്നെയാണ് നബാർഡിൻ്റെയും സിഡ്ബിയുടെയും ഗ്രേഡ് B ഓഫീസർ അല്ലെങ്കിൽ ഗ്രേഡ് A ഓഫീസർ ലെവൽ അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റുകൾ ജൂലൈ ഓഗസ്റ്റോടുകൂടി വിളിക്കും. ദെൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വേക്കൻസികളും എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഒരു നവംബർ ഡിസംബർ സമയത്തായിരിക്കും SBI PO ആൻഡ് SBI ക്ലർക്കൽ എക്സാംസുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത്രയാണ് കറൻ്റ്ലി ഒരു ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന എക്സാംസുകൾ. മെയിൻലി അവർ ഫോക്കസ് ചെയ്യേണ്ടത് RBIയുടെ ഗ്രേഡ് B ലെവൽ എക്സാംസുകൾ തന്നെ ആയിരിക്കും. ദെൻ RBIയുടെ IBPSൻ്റെ PO, IBPSൻ്റെ SO ആ ലെവൽ എക്സാംസുകൾ, അതുപോലെ തന്നെ RRB എക്സാംസുകൾ, നബാർഡ്, സിഡ്ബി പോലെയുള്ള എക്സാംസുകൾ അവർക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ എക്സാംസുകളുടെയും പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് ഈ എക്സാംസുകൾക്കെല്ലാം കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. RBI ഗ്രേഡ് B എക്സാംസുകൾ ഒഴികെ. കാര്യം RBI ഗ്രേഡ് Bയിൽ ടയർ 2 പേപ്പറിൽ ടയർ 2 എന്ന് പറഞ്ഞാൽ അഡീഷണൽ പേപ്പർ വരുന്നുണ്ട്. ആ പേപ്പറിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള ബാങ്ക് എക്സാംസുകളുടെ ഏകദേശം ഒരു ഡീറ്റെയിൽ. ഇനി അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിൻ്റെ എക്സാമുകളും നോർമലി ഈ സമയങ്ങളിൽ തന്നെയാണ് വിളിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ LICയുടെ അസിസ്റ്റൻറ്റ്, AAO, ADO ഈ ലെവലിൽ വരുന്ന പോസ്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ LIC അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ LIC AAO അറൗണ്ട് മെയ് ജൂണിലും, LIC ADO ജൂൺ ജൂലൈയിലും, NICL AO ഓഗസ്റ്റ് സെപ്റ്റംബറിലും, NICL അസിസ്റ്റൻ്റ് ഏകദേശം ജാനുവരി സമയത്തും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ OACL, UACL, നാഷണൽ 4 നോർമൽ നമ്മുടെ 4 എന്തുണ്ട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അതിൻ്റെ വേക്കൻസീസും അസിസ്റ്റൻറ്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലെവൽ വേക്കൻസീസും ഏകദേശം ഈ ഒരു സമയങ്ങളിൽ നോർമലി എക്സാംസ് വിളിച്ച് കാണാറുണ്ട്. ഈ ഒരു എക്സാംസുകളുടെ എല്ലാം പ്രിപ്പറേഷൻ ഒരു 4 മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന, ഈ എക്സാം വരുന്നതിന് ഒരു 4 മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഈ എക്സാംസുകൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഇനി നമുക്ക് സെൻട്രൽ സർവീസിൻ്റെ എക്സാംസുകൾ നോക്കുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട SSCയുടെ എക്സാംസുകളാണ്. SSCയുടെ ജൂനിയർ എഞ്ചിനീയർ ലെവൽ എക്സാംസുകൾ ഓഗസ്റ്റ് ടൈമിലാണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ സ്റ്റെനോഗ്രാഫർ ജൂലൈ സമയത്ത്. ദെൻ SSCയുടെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റുകളിലൊന്നായ CGLൻ്റെത് ഏപ്രിലോടുകൂടി നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ CHSL മെയ്യോടുകൂടിയും, MTS ജൂണോടുകൂടിയും, GD കോൺസ്റ്റബിൾ ലെവൽ പോസ്റ്റുകൾ, CPO ലെവൽ പോസ്റ്റുകൾ സെപ്റ്റംബർ മെയ്യോടുകൂടിയും ഈ ലെവലിൽ SSCയുടെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ SSC എക്സാംസുകൾ കഴിഞ്ഞതിന് ശേഷം റെയിൽവേ എക്സാംസുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ RRB, NTPC, ഗ്രൂപ്പ് D, JE, അതേപോലെ തന്നെ ALP ലെവൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഏകദേശം ഒരു മെയ് ജൂൺ സമയങ്ങളിൽ നെക്സ്റ്റ് ഇയറിലെ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാ വർഷങ്ങളിലും ഇനി റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഏകദേശം മാർച്ച് സമയത്ത് ALPയിൽ ഏകദേശം ഒരു 9000+ വേക്കൻസീസ് പുതുതായിട്ട് അനൗൺസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേക്കൻസീസും ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസാണ്. ദെൻ അതുപോലെ തന്നെ ഒരു സെൻട്രൽ സർവീസ് എക്സാംസ് ആണ് ഈ ISRO, DRDO ലെവൽ എക്സാംസുകൾ. അപ്പോൾ അതിനകത്ത്
സയൻറ്റിഫിക് എഞ്ചിനീയർ ലെവൽ പോസ്റ്റുകളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ലെവൽ പോസ്റ്റുകളുണ്ട്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ ഈ ലെവൽ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മെയ് ജൂൺ സമയത്താണ്, 2025 മെയ് ജൂൺ സമയത്താണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനി ഗ്രാജുവേറ്റ്സ് വിത്ത് 60%, BA, BCom, BSc ഏത് ഗ്രാജുവേറ്റ്സ് ആണോ അവർക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ ഈ ISRO, DRDO ലെവൽ എക്സാംസുകൾ എഴുതാൻ പറ്റുന്നതായിരിക്കും. ദെൻ പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ അല്ലാതെ വേറെ കുറേ എക്സാംസുകൾ ഒരു ഗ്രാജുവേറ്റ് ലെവലിന് എഴുതാൻ പറ്റുന്നുണ്ടാവും. IB, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അസിസ്റ്റൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാംസുകൾ ഏകദേശം മെയ് ജൂൺ സമയങ്ങളിൽ അനൗൺസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അസിസ്റ്റൻറ്റ്, അതേപോലെ ESIC, EPFO ഇതിനകത്തൊക്കെ വരുന്ന LDC, UDC അസിസ്റ്റൻറ്റ് ലെവൽ പോസ്റ്റുകളെല്ലാം മെയ് ജൂൺ സമയങ്ങളിലാണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാംസുകളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം എക്സാംസുകൾ ഏതൊക്കെ സമയങ്ങളിൽ ഈ വർഷത്തെ 2025 ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ സമയങ്ങളിൽ ഈ എക്സാംസുകൾ വരുന്നു എന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. SSC എക്സാംസുകളെ സംബന്ധിച്ചിടത്തോളം CGL ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ മിനിമം ഒരു 600 to 800 hours ഓഫ് ലെക്ചേഴ്സ് ഇതിനകത്ത് കവർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത്രയും ഡെപ്തിൽ പഠിച്ചാലേ CGL നോർമലി എന്ത് ചെയ്യാറുള്ളൂ, കുട്ടികൾക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത്രയും ഡെപ്തിൽ ഒരു 600 to 800 hours കവർ ചെയ്യാൻ ഒരു 6 to 8 months അപ്രോക്സ് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് SSC എക്സാംസുകൾക്ക് നമുക്കിവിടെ കൊടുക്കേണ്ടി വരും. ദെൻ നമുക്ക് ബാങ്കിൻ്റെ എക്സാംസുകൾ പറയുമ്പോൾ ബാങ്കിൻ്റെ എക്സാംസുകൾക്ക് അപ്രോക്സ് ഒരു 3 to 4 months കൊണ്ട് നമുക്ക് കിട്ടാവുന്ന എക്സാംസുകളിലൊന്നാണ് ബാങ്കിൻ്റെ എക്സാംസുകൾ. അപ്പോൾ ഇതിൻ്റെ PDF ഞങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ ഓൾമോസ്റ്റ് ഈ വീഡിയോയുടെ താഴെ തന്നെ ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്ത് തരാം. നിങ്ങൾക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് ആ PDF എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എക്സാംസുകളെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനായിട്ട് കരിയർ മേക്കോ ട്രിവാൻഡ്രം, എറണാകുളം, കാലിക്കറ്റ് സെൻറ്റേഴ്സിലെ കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 9188007008 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.